നമസ്കാരം. സുരേഷ് ഗോപിയുടെ നിർണായകമായ ഒരു നീക്കവും അദ്ദേഹം പറഞ്ഞ വാക്കും ഇപ്പോൾ പാലിച്ചിരിക്കുകയാണ്. അതായത് കേരളത്തിന് സ്വന്തമായ ഒരു ആണവ നിലയം ഇതാ കേന്ദ്രം ടൂറിസം മന്ത്രിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നടക്കാൻ പോവുകയാണ്. ടൂറിസം മന്ത്രി സുരേഷ് ഗോപിയുടെ മേൽനോട്ടത്തിലാണ് കേരള ജനതയ്ക്ക് സ്വന്തമായ ഒരു ആണവ നിലയം സ്ഥാപിക്കാൻ പോകുന്നത്. കേന്ദ്രം നേരിട്ട പദ്ധതിയുടെ മേൽനോട്ടം വഹിക്കുന്നത് കൊണ്ട് തന്നെ ഒരു തട്ടിപ്പോ അല്ലെങ്കിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഈ പദ്ധതി മുടങ്ങിപ്പോകുമോ എന്ന ഒരു ഭയം വേണ്ട. വൈദ്യുതി മന്ത്രിയെ ഒരു വൈദ്യുതി മന്ത്രി വരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് സുരേഷ് ഗോപിയുടെ ന്യൂ ഇയർ സമ്മാനം എന്നുള്ളതും ഒരു അത്ഭുതം തന്നെയാണ്. പൊതു സമവായം ഉണ്ടെങ്കിലേ കേരളത്തിൽ ആണവ വൈദ്യുതി നിലയം സ്ഥാപിക്കുന്നതിനെ പറ്റി ചിന്തിക്കാനാവൂ എന്ന് മന്ത്രിക്ക് കൃഷ്ണൻകുട്ടി പറയുമ്പോഴും കെ.എസ്.ഇ.ബി ഒരു പ്രതീക്ഷയുടെ ഒരു തുമ്പ് കെ.എസ്.ഇ.ബി കിട്ടാറുണ്ട്. കേരളത്തിൽ സുലഭമായ തോറിയം ഉപയോഗിച്ച് കേരളത്തിന് പുറത്ത് നിലയം സ്ഥാപിക്കുന്നതിനെ കുറിച്ചാണ് കേന്ദ്രത്തിൽ നൽകിയ നിവേദനത്തിൽ കെ.എസ്.ഇ.ബി മുന്നോട്ട് വയ്ക്കുന്ന സുപ്രധാനമായ നിർദ്ദേശം. ഇതിലൂടെ ആണവ നിലയത്തിനെതിരായ പ്രതിഷേധം ഒഴിവാക്കാൻ സാധിക്കും. ഇടത് സർക്കാർ ഭരിക്കുമ്പോൾ ആണവ നിലയവുമായി ബന്ധപ്പെട്ട പ്രതിഷേധം കേരളത്തിൽ ഉണ്ടാകുന്നത് CPM-നും ആഗ്രഹമില്ല. ഈ സാഹചര്യത്തിലാണ് കേരളത്തിന് പുറത്തുള്ള ആണവ നിലയ സാധ്യത കെ.എസ്.ഇ.ബി തേടുന്നത്. സ്ഥലം ലഭ്യമായാൽ കേരളത്തിന് ആണവ വൈദ്യുതി നിലയം അനുവദിക്കാൻ തയ്യാറാണെന്ന് കേന്ദ്ര ഊർജ മന്ത്രി മനോഹർ ലാൽ ഖട്ടർ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. 150 ഏക്കർ സ്ഥലം വേണം ഒരു ആണവ നിലയം സ്ഥാപിക്കുന്നതിന് വേണ്ടി. കാസർഗോഡ് ചീമേനിയാണ് അനുയോജ്യമായ സ്ഥലമെന്ന് മന്ത്രി പറഞ്ഞു. കേരളത്തിലെ വൈദ്യുതി നഗര വികസന പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ എത്തിയതായിരുന്നു തിരുവനന്തപുരത്താണ് മനോഹർലാൽ ഖട്ടർ എത്തിയത്. എന്തുകൊണ്ട് ആണവ നിലയമായി കൂടാ എന്ന ചോദ്യം ഉന്നയിച്ചത് കേന്ദ്രമന്ത്രിയാണെന്ന് ഊർജ്ജ വകുപ്പ് വൃത്തങ്ങൾ തന്നെ പറഞ്ഞു. സ്ഥലം ലഭ്യമായാൽ കേന്ദ്ര സാധ്യമായ സഹായങ്ങളെല്ലാം തന്നെ ചെയ്യും. നിലയം സ്ഥാപിച്ചാൽ കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധി വലിയ തോതിൽ പരിഹാരം ആകുമെന്നും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു. ഇതിനിടെയാണ് കേരളത്തിന് പുറത്തുള്ള പദ്ധതി എന്ന ആശയം കെ.എസ്.ഇ.ബി മുന്നോട്ട് വയ്ക്കുന്നത്. അത് മാത്രമല്ല, സ്വന്തമായ ഒരു ആണവ നിലയം ഉണ്ടെങ്കിൽ തന്നെ വൈദ്യുതികൾ നമുക്ക് സുലഭമായി തന്നെ കിട്ടും. അത് മാത്രമല്ല, അതുവഴി കറണ്ടിന്റെ ചാർജ് കുറയ്ക്കാനും സാധിക്കുമെന്നതാണ് യാഥാർത്ഥ്യം. കേരളത്തിന്റെ കടൽ തീരത്ത് തോറിയം അടങ്ങുന്ന മോണോസൈറ്റിന്റെ വലിയ തോതിലുള്ള നിക്ഷേപമുള്ള സാഹചര്യം പരിഗണിച്ച് സ്ഥലം കണ്ടെത്തി നൽകിയാൽ തോറിയം അധിഷ്ഠിത ആണവ നിലയത്തിന് അനുമതി നൽകുന്ന കാര്യം പരിശോധിക്കാമെന്ന് കേന്ദ്ര ഊർജ നഗരകാര്യമന്ത്രി മനോഹർ ലാൽ ഖട്ടർ നിലപാടെടുക്കുകയായിരുന്നു. വൈദ്യുതിയുടെ സാങ്കേതിക വാണിജ്യ നഷ്ടം കേരളത്തിൽ 10% താഴെയാണെന്നും ഇത് രാജ്യത്തിന് തന്നെ മാതൃകയാണെന്നും മനോഹർ ലാൽ ഖട്ടർ കേരളത്തിൽ വരുന്ന സമയത്ത്, അതായത് തിരുവനന്തപുരത്ത് വൈദ്യുതി മന്ത്രി കൃഷ്ണൻകുട്ടിയും അതുപോലെ തന്നെ പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ പറഞ്ഞു. NTPC-യുടെ ബാഹ നിലയത്തിൽ നിന്ന് അനുവദിച്ച 176 മെഗാവാട്ട് വൈദ്യുതിയുടെ കാലാവധി മാർച്ച് 2025 അവസാനിക്കുന്നത് ജൂൺ 2025 വരെയാണ്. അത് നീട്ടിത്തരണമെന്ന് ആവശ്യപ്പെട്ട കേരളത്തിന്റെ ആവശ്യം പരിശോധിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പമ്പ്ഡ് സ്റ്റോറേജ് ബാറ്ററി, എനർജി സ്റ്റോറേജ്, ജലവൈദ്യുതി പദ്ധതികൾക്കായി വയബിലിറ്റി ഗ്യാപ് ഫണ്ട് അനുവദിക്കണമെന്ന ആവശ്യം അനുഭാവത്തോടെ പരിശോധിക്കും. ജലവൈദ്യുതി പദ്ധതികൾക്ക് കേന്ദ്ര അനുമതി ലഭ്യമാക്കുന്നതിന് ഏകജാലക സംവിധാനം ഒരുക്കുന്നത് പരിഗണിക്കാമെന്നും റെയിൽവേ ട്രാക്കിന് കുറുകെയുള്ള പ്രസരണ ലൈനുകൾക്ക് നൽകേണ്ട വേ ലീവ് ചാർജ് വർധന പുനഃപരിശോധിക്കുമെന്നും കെ.എസ്.ഇ.ബിയുടെ ആവശ്യം അത് അന്തിമമായി ഉൾക്കൊണ്ടത് ആവശ്യഘട്ടമെന്ന നിലയിൽ അത് പരിശോധിക്കുമെന്നാണ് ഖട്ടർ അറിയിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്തെ അവലോകന യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ ആതിഥ്യം വഹിച്ച വിരുന്ന് സൽക്കാരത്തിലും അദ്ദേഹം പങ്കെടുത്തു. തിരുവനന്തപുരം, കോഴിക്കോട്, കൊച്ചി മെട്രോ 3ാം ഘട്ടം എന്നിവയുടെ അനുമതി സംബന്ധിച്ച നിവേദനം മുഖ്യമന്ത്രി കേന്ദ്രമന്ത്രിക്ക് കൈമാറി. ഇതിനൊപ്പമാണ് ആണവ ചർച്ച. കേരളത്തിലെ തോറിയം ഉപയോഗിച്ച് എവിടെ വേണമെങ്കിലും യൂണിറ്റ് 1 രൂപയ്ക്ക് വൈദ്യുതി ഉണ്ടാക്കുമെന്ന് കെ.എസ്.ഇ.ബിയുടെ വിലയിരുത്തൽ. അങ്ങനെ 1 രൂപയ്ക്ക് ഒരു വൈദ്യുതി ഉണ്ടാകുമെന്ന് വന്നു കഴിഞ്ഞാൽ, അതായത് കെ.എസ്.ഇ.ബിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വലിയൊരു കൊള്ള നടക്കുന്നു എന്ന് ജനങ്ങൾ തന്നെ അവകാശപ്പെടുന്നു. കാരണം അവർ വലിയ രീതിയിൽ പിടിച്ചു പറിച്ചു കൊണ്ടിരിക്കുകയാണ്. കെ.എസ്.ഇ.ബി റെഗുലേറ്ററി കമ്മീഷൻ വരെ പല സമയങ്ങളിലും കെ.എസ്.ഇ.ബിക്കെതിരെ വാളെടുത്തു, വടിയെടുത്തു, വിരട്ടുന്ന അവസ്ഥ വരെ ഉണ്ടായി. കാരണം തോന്നുന്ന രീതിയിൽ അവർ നിരക്ക് വർദ്ധിപ്പിക്കുന്നു. ഓരോ ദിവസവും അവർ ഓരോ മാസവും ഇത്ര ചാർജ്, അടുത്ത മാസത്തേക്ക് ഇത്ര, 4 മാസത്തേക്ക് ഇത്ര ചാർജ് എന്ന രീതിയിലേക്ക് അവര് കൊണ്ടുപോകുമ്പോൾ ജനങ്ങളുടെ നട്ടല് തന്നെ ഒടിയുന്ന രീതിയിലേക്ക്, പോക്കറ്റ് തന്നെ കാലിയാവുന്ന രീതിയിലേക്ക് കെ.എസ്.ഇ.ബി തോന്നിവാസപരമായ രീതിയിലേക്ക് നിരക്ക് വർദ്ധിപ്പിക്കുമ്പോൾ അതിനൊക്കെ പിടിച്ചു കെട്ടാൻ വേണ്ടിയുള്ള ഒരു നീക്കമാണ് സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിലും കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിലും ഉണ്ടാകുന്നത്. കാരണം കേന്ദ്രം അനുവദിച്ച പല പദ്ധതികളും, അതായത് ഡിജിറ്റൽ മീറ്റർ അടക്കമുള്ളവ കേന്ദ്രം തന്നെ കേരളം തന്നെ അതിനെ തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞതാണ് ഏറ്റവും. അത് അവർക്ക് നഷ്ടം, കേരളത്തിന് നഷ്ടം എന്ന രീതിയിൽ പറഞ്ഞിട്ടാണ് അവർ തട്ടിത്തെറിപ്പിച്ചത്. അതുകൊണ്ട് തന്നെയാണ് കെ.എസ്.ഇ.ബി മൊത്തത്തിൽ കേന്ദ്രത്തിന്റെ ഒരു വരുതിയിൽ കൊണ്ടുവരാൻ ഒരു നീക്കം ഇപ്പോൾ നടത്തുന്നത്.